മമ്മൂട്ടി നായകനായി 1986 ഐ വി ശശിയുടെ സംവിധാനത്തിലെത്തിയ സിനിമയായിരുന്നു ആവനാഴി. മമ്മൂട്ടിയോടൊപ്പം ഗീത, സീമ, നളിനി, സുകുമാരൻ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിലും ഈ സിനിമയിൽ ക്യാപ്റ്റൻ രാജ് ചെയ്ത പ്രധാനപ്പെട്ട വില്ലനായ സത്യരാജ് എന്ന കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. അതുവരെ കാണാത്ത വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു. സന്തോഷ് ശിവന്റെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ റൊമാൻറ്റിക് ഫാൻറ്റസി ഹൊറർ സിനിമയായിരുന്നു അനന്തഭദ്രം. പൃഥ്വിരാജും കാവ്യ മാധവനുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതെങ്കിലും കലാഭവൻ മണി, കൊച്ചിൻ ഹനീഫ, ബിജു മേനോൻ, നടുമുടി വേണു എന്നിവരും മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. എന്നാൽ ഈ സിനിമയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് മനോജ് കെ ജൻ അവതരിപ്പിച്ച ദിഗംബർ എന്ന വില്ലൻ കഥാപാത്രത്തെയായിരുന്നു. അതുവരെ സിനിമ കാണാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ ഒരു കൊടും വില്ലൻ. സത്യനന്ദിക്കാടിൻ്റെ സംവിധാനത്തിൽ 1989 വരവേൽപ്പ് എന്ന സിനിമ റിലീസാവുന്നത്. ബസ് മുതലാളിയായ മുരളിയുടെ കഥയായിരുന്നു സിനിമ പറഞ്ഞിരുന്നത്. പ്രധാന കഥാപാത്രമായി മോഹൻലാലും രേവതിയും അഭിനയിച്ചപ്പോൾ ശ്രീനിവാസൻ, ജഗതി, തിലകൻ, ഇന്നസെൻ്റ് എന്നിവർ മറ്റു കഥാപാത്രങ്ങൾ ചെയ്തു. എന്നാൽ ബസ് മുതലാളിയായ മുരളിയുടെ ജീവൻ തകർക്കുന്നത് മുരളി അവതരിപ്പിക്കുന്ന പ്രഭാകരൻ എന്ന തൊഴിലാളി നേതാവാണ്. എന്നാൽ ഈ സിനിമയിലെ യഥാർത്ഥ വില്ലൻ തൊഴിലാളി നേതാവായ പ്രഭാകരൻ തന്നെയായിരുന്നു. ശശി ശങ്കർ സംവിധാനം ചെയ്ത് 2002 ദിലീപ് ഡബിൾ റോളിലെത്തി കുഞ്ഞിക്കോനൻ എന്ന സിനിമ പുറത്തിറങ്ങുന്നത്. കുഞ്ഞൻ്റെ കഥ പറഞ്ഞ ഈ സിനിമയിൽ ദിലീപും നവ്യ നായരും മഞ്ഞയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചപ്പോൾ കൊച്ചിൻ ഹനീഫയും സായികുമാറും കോമഡി വേഷം കൈകാര്യം ചെയ്തു. എന്നാൽ പ്രേക്ഷകർ അന്നും ഇന്നും ഒരുപോലെ ഏറ്റെടുത്തതാണ് സായികുമാർ അവതരിപ്പിച്ച വാസോണൻ എന്ന കഥാപാത്രം. പ്രധാന വില്ലനായ വാസോണനെ ഇന്നും സോഷ്യൽ മീഡിയ പല രീതിയിലുള്ള മീമുകളായി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. മോഹൻലാലിൻ്റെ കരിയർ ബെസ്റ്റ് സിനിമകളിലൊന്നായ സ്ഫടികം 1995 ഭദ്രൻ്റെ സംവിധാനത്തിലാണ് പുറത്തിറങ്ങുന്നത്. ഈ ആക്ഷൻ സിനിമയിൽ തിലകൻ, ഊർവശി, രാജൻ ബി ദേവ്, നെടുമുടി വേണു, KPS ലളിത എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചപ്പോൾ സിനിമയിലെ ഏറ്റവും വലിയ വില്ലൻ കഥാപാത്രമായി എത്തിയത് സ്ഫടികം ജോർജ് ആയിരുന്നു. ഇദ്ദേഹം അവതരിപ്പിച്ച SI കുറ്റിക്കടൻ എന്ന കഥാപാത്രം ഈ സിനിമയിലെ ശക്തനായ ഒരു വില്ലനായിരുന്നു. ഈ സിനിമയുടെ വിജയത്തോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പേരിനൊപ്പം സ്ഫടികം എന്ന പേരും സ്ഥിരപ്പെട്ടു.